എല്ലാവർക്കും വോളിയം പ്രൊഫൈലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് മെയ് 5 ട്യൂസ്ഡേ ആണ്. നിഫ്റ്റിയുടെ എക്സ്പയറി ആയിരുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കുന്നത് നമ്മുടെ വോളിയം പ്രൊഫൈൽ വെച്ചിട്ട് എന്തൊക്കെയാണ് മാർക്കറ്റിൽ സംഭവിച്ചത്, അതേപോലെ തന്നെ നെക്സ്റ്റ് ഡേയിലെ പ്ലാൻ എന്തൊക്കെയാണെന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന ഒരാളാണെങ്കിൽ നമ്മൾ വോളിയം പ്രൊഫൈൽ എന്ന് പറയുന്ന ഒരു ടൂളാണ് ഉപയോഗിക്കുന്നത്. നമ്മൾ ഓപ്ഷൻ ബൈ ചെയ്യുന്നുണ്ട് ഇന്ത്യൻ മാർക്കറ്റിൽ, അതേപോലെ ഫോറക്സിൽ ട്രേഡ് ചെയ്യുന്നുണ്ട്, ഗോൾഡ്, പിന്നെ ക്രിപ്റ്റോ ട്രേഡിംഗ് എല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട്. എല്ലാം നമ്മൾ വോളിയം പ്രൊഫൈൽ എന്ന് പറയുന്നത് ജസ്റ്റ് ടൂൾ മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ, വേറെ ഒന്നും നമ്മൾ എന്ത് ചെയ്യുന്നില്ല, യൂസ് ചെയ്യുന്നില്ല. ഓക്കെ, അപ്പൊ ഇന്നലെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരിക്കുന്ന ലെവൽസ് ഏകദേശം എനിക്ക് തോന്നുന്നത് 87. ഓക്കെ, 87ന്റെ മേലെ മാർക്കറ്റിൽ ഒരു ബൈയിങ് വരും എന്നാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായെന്ന് തോന്നുന്നു. ഓക്കെ, കാരണം ഇന്ന് കുറച്ച് ലെവൽസ് വരച്ചതുകൊണ്ട് തന്നെ ഇന്നലത്തെ ലെവൽസ് ഓൾറെഡി പോയിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഓക്കെ, ഞാൻ ജസ്റ്റ് പറഞ്ഞുതരാം. വോളിയം പ്രൊഫൈൽ ബേസ്ഡ് ആണ്, നമ്മൾ ഇത് മാത്രമാണ് നോക്കത്തുള്ളൂ. ഓക്കെ, 87ന്റെ ബിലോ ആണ് മാർക്കറ്റിൽ ഒരു ബുള്ളിഷ് ഉണ്ടാവുന്നുള്ളൂ. പക്ഷേ എന്ത് ചെയ്തു, മാർക്കറ്റ് 82 തന്നെ നല്ല രീതിയിൽ സെല്ല് വന്നു. മാർക്കറ്റ് എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടെ ഒരു കവറിങ് കിട്ടിയിട്ടുണ്ടായി. ആ ലെവലും കൂടെ ബ്രേക്ക് ചെയ്തുകൊണ്ട് മാർക്കറ്റ് ഹെവി ആയിട്ടുള്ള സെല്ല് വന്നിട്ടുണ്ടായിരുന്നു ഇന്നലെ. ഓക്കെ, ഏകദേശം ഈ ഒരു ലെവൽ 49 ലെവൽ എന്ന് പറയുമ്പോൾ എന്താണ്, ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു കവറിങ് മാർക്കറ്റ് ഇവിടെ തന്ന ലെവലാണ്. അതുകൊണ്ട് തന്നെ ഈ ലെവൽ ഫസ്റ്റ് മാർക്കറ്റ് ഹോൾഡ് ചെയ്തു. അതുകൊണ്ട് ഹോൾഡ് ചെയ്തതിനു ശേഷം ഇത് ബ്രേക്ക് ചെയ്തുകൊണ്ട് മാർക്കറ്റ് എന്ത് ചെയ്തു, നല്ലൊരു സെൽ ഓഫ് മാർക്കറ്റിൽ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, വന്നിട്ടുണ്ടായിരുന്നു. ഓൾമോസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ ഒരു 46 പോയിന്റിന്റെ സെൽ ഓഫ് മാർക്കറ്റിൽ ഉണ്ടായിരുന്നു. ഓക്കെ, അതേപോലെ ഇന്ന് മാർക്കറ്റിൽ ഒരു ഹൈ ഉണ്ടാക്കി. ആ ഹൈ ഉണ്ടാക്കിയ സമയത്ത് സെക്കൻഡ് ഗ്യാപ്പ് മാർക്കറ്റ് എന്ത് ബ്രേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. സ്വാഭാവികമായിട്ടും സെക്കൻഡ് ഗ്യാപ്പ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് രണ്ട് ലെവൽസ് എന്താണ്, റെസിസ്റ്റൻസ് ആവും. ഞാൻ പലപ്പോഴായി പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. വൺസ് ഇതിന്റെ മേലെ മാർക്കറ്റ് ക്ലോസ് കിട്ടിക്കഴിഞ്ഞാൽ ഈ ലെവൽ എന്താണ്, സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യാണ് ചെയ്തത്. അപ്പൊ ഇതിനകത്ത് ഫസ്റ്റ് എന്ത് ചെയ്തു, മാർക്കറ്റ് സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്തു. മാർക്കറ്റ് നല്ല മൂവ് ഉണ്ടായിരുന്നു. അതിനുശേഷം വീണ്ടും മാർക്കറ്റ് ആ ലെവലിൽ വന്നു, 28 എന്നുള്ള ലെവലിൽ. അവിടെ നിന്ന് ഏകദേശം മാർക്കറ്റ് 58 സംതിങ് മാർക്കറ്റ് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ വേറെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതെന്താണ്, ഇവിടുന്ന് കവറിംഗ് കിട്ടിയ ഏരിയ ആണ്. അതുകൊണ്ട് നിന്ന് മാർക്കറ്റ് ബ്രേക്ക് ചെയ്തുകൊണ്ട് റെസിസ്റ്റൻസ് ആയിരുന്നു. നമ്മൾ ഇവിടെ നിന്ന് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു സെല്ല് എടുത്തിട്ടുണ്ടായിരുന്നു. ഓൾമോസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ ഒരു 18 പോയിന്റ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇവിടുത്തെ ഒരു ബൈ വന്നിട്ടുണ്ടായിരുന്നു. ബൈയിനകത്ത് 10-30 പോയിന്റ്, ഇവിടെ സെല്ലിനകത്ത് ഒരു 18 പോയിന്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇതാണ് ഇത്രയും സമയത്തിനുള്ളിൽ സംഭവിച്ച കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, സെല്ലിനുള്ള ഓപ്പർച്യൂണിറ്റി ഇവിടെ മാത്രമാണ് പ്രോപ്പർ ആയിട്ട് ഉണ്ടായിരുന്നു. ഈ ഒരു ലെവലിൽ ഇവിടെ ഫസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് പോയി, അതിനുശേഷം വീണ്ടും ഇവിടെ വന്നു. ഓക്കെ, റിസ്ക് റിവാർഡ് എന്തായാലും നമ്മൾ 1:3 അബോവ് കവർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, പിന്നെ ഇവിടുത്തെ ഒരു ബൈയിങ്ങിനുള്ള നല്ല ഓപ്പർച്യൂണിറ്റി ആയിരുന്നു. അതിനകത്ത് നല്ല ബൈ എടുത്ത ആളുകൾക്ക് നല്ല അത്യാവശ്യം നല്ല പ്രോഫിറ്റ് മാർക്കറ്റിൽ വന്നിട്ടുണ്ടാവും. ഒരു ഇവിടെ ഒരു ചാൻസ് ഉണ്ടായിരുന്നു, ഇവിടെ വേറൊരു ചാൻസ് ഉണ്ടായിരുന്നു. ഈ രണ്ട് ചാൻസ് ആണ് ഉണ്ടായിരുന്നത് ബൈ എടുക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പൊ ഇത്രയാണ് കഴിഞ്ഞ ദിവസത്തെ ഇത് വെച്ച് പറയാൻ വേണ്ടി പറ്റുക. അതിനുശേഷം പുതിയ പ്ലാൻ എന്ന് പറയുന്നത്, ഈ ലെവലിന്റെ മേലെ മാർക്കറ്റ് പോയി കഴിഞ്ഞാൽ ഈ ലെവല് മാർക്കറ്റ് ഹോൾഡ് ചെയ്യണം. ഈ ലെവൽ ഹോൾഡ് ചെയ്യുന്ന പറഞ്ഞാൽ 58 ലെവൽ മാർക്കറ്റ് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് ഇവിടെ ഈ 82 വരെ മാർക്കറ്റ് വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണുള്ളത്. ഓക്കെ, ഇനി ഒരു ഫേക്ക് മൂവ് എന്ന് പറയുന്നത്, US മാർക്കറ്റ് ഓപ്പൺ ആയതിനു ശേഷം മാർക്കറ്റ് ഈ ലെവലിൽ പോയി ഈ ഒരു സെറ്റപ്പ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് സെല്ല് പ്ലാൻ ചെയ്യാൻ വേണ്ടി പറ്റും. മാർക്കറ്റ് ഓൾമോസ്റ്റ് ഈ 24 ലെവൽ ഹിറ്റ് ചെയ്യാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് ഈ ഒരു സെറ്റപ്പ് വരികയാണെങ്കിൽ. ഓക്കെ, ഇതാണ് ഗോൾഡിൽ ഇനി വരാനുള്ള മൂവ് കാര്യങ്ങൾ വരാൻ വേണ്ടിയിട്ടുള്ളത്. ഓക്കെ, അതേപോലെ തന്നെ സ്വാഭാവികമായിട്ടും ഇവിടെ നമ്മൾ ഓക്കെ, ഇതൊരു പ്രൊഫൈൽ കഴിഞ്ഞ ദിവസത്തെ ഒരു പ്രൊഫൈലാണ് അല്ലെ. ഇത് പ്രൊഫൈലിന്റെ സെക്കൻഡ് ഗ്യാപ്പ് എവിടെയാണ്, 70-73 എന്നുള്ള സെക്കൻഡ് ഗ്യാപ്പാണ്. അതേപോലെ 80 ജസ്റ്റ് കളർ ഒന്ന് മാറ്റുന്നുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ എന്താ, ഈ ലെവല് കഴിഞ്ഞ ദിവസത്തെ ഒരു കവറിംഗ് കിട്ടിയ ഏരിയാസ് ആണ് അല്ലെ. കവറിംഗ് എന്താണെന്ന് എല്ലാവർക്കും അറിയാം. ബയേഴ്സിനെ സെല്ലേഴ്സ് ഒന്ന് കവർ ചെയ്യുന്ന ഏരിയ ആണ്. ഓക്കെ, സ്വാഭാവികമായിട്ടും ഈ ലെവലിൽ മാർക്കറ്റ് എന്ത് ചെയ്യണം, ഹോൾഡ് ചെയ്യണമായിരുന്നു. മാർക്കറ്റ് ഹോൾഡ് ചെയ്തു. ഫസ്റ്റ് എന്ത് ചെയ്തു, ഹോൾഡ് ചെയ്തു. പിന്നെ മാർക്കറ്റിൽ ബ്രേക്ക് ചെയ്തപ്പോൾ എന്ത്, സ്വാഭാവികമായിട്ടും എന്താണ്, റെസിസ്റ്റൻസ് ഏരിയ ആയിരുന്നു ഉണ്ടായിരുന്നത്. ഓക്കെ, അവിടെ നിന്നാണ് മാർക്കറ്റ് എന്ത് ചെയ്ത് ഫോളോ ചെയ്തത്. ആ സെയിം ലെവലിൽ നിന്നാണ് വീണ്ടും എന്ത് ചെയ്തത്, ഞാൻ പറഞ്ഞത് 87ന്റെ മേലെ പോകണമെന്ന് പറഞ്ഞത്. മാർക്കറ്റ് പോയില്ല, അവിടെ നിന്ന് എന്ത് ചെയ്തു, വീണ്ടും ഫോളോ ചെയ്തു മാർക്കറ്റ്. അപ്പൊ സ്വാഭാവികമായിട്ടും ഇനി നെക്സ്റ്റ് ഇവിടുത്തെ വീണ്ടും ഒരു ബൈ ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ സ്വാഭാവികമായിട്ടും ഈ ലെവലിന്റെ മേലെയാണ് ഉണ്ടാവുക. ഈ ലെവൽ എന്തായാലും റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യുന്നതായിരിക്കും ഫസ്റ്റ് ടൈം വരുമ്പോൾ. അതിന്റെ മേലെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു SL ഓക്കെ 85 എന്നുള്ള SL നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ട്രേഡ് പ്ലാൻ ചെയ്യാൻ 5 പോയിന്റ് SL ആണ് വരിക ബൈ. ഓക്കെ, പിന്നെ സെല്ല് നെക്സ്റ്റ് പിന്നെ സെല്ല് വരികയാണെങ്കിൽ ഹെവി ആയിട്ടുള്ള ഒരു സെല്ല് വരണമെങ്കിൽ സ്വാഭാവികമായിട്ടും മാർക്കറ്റ് എന്താണ്, ഈ ലെവലിന്റെ താഴെ പോകേണ്ടതാണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ മാർക്ക് ചെയ്യുക. പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കുക. മനസ്സിലായിട്ടില്ലെങ്കിൽ വീണ്ടും വീണ്ടും കേട്ടിട്ട് മനസ്സിലാവുക. ഓക്കെ, ഇതൊക്കെയാണ് വരുന്ന നെക്സ്റ്റ് ട്രേഡുകൾ. ഈ ഒരു സെറ്റപ്പിലൊക്കെ ആയിരിക്കും ഗോൾഡ് വരാനുള്ള ചാൻസ് വളരെ വളരെ കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ. പിന്നെ വോളിയം പ്രൊഫൈലിലെ ലെവൽസ് ആണ്.
അപ്പോൾ വളരെ ഇമ്പോർട്ടന്റ് ആയിരിക്കും ആ ലെവൽസ് നല്ലപോലെ ആക്ട് ചെയ്യുന്ന ലെവൽസ് ആണ് എല്ലാ ലെവൽസും. ഓക്കെ, നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും ഓരോ ലെവൽസും. ഓക്കെ, ഇന്നലെ എന്ത് ചെയ്ത് സപ്പോർട്ട് എടുത്ത ലെവൽസ് ആണ് ഈ ഒരു സോൺ എന്ന് പറയുന്നത്. അത് ബ്രേക്ക് ചെയ്തപ്പോൾ എന്താണ് അവിടെ നിന്ന് ഫാൾ വന്നു. സെയിം ആ ലെവലിൽ അതിന്റെ സെക്കൻഡ് ഗ്യാപ്പ് ആണ് ഇത്. ആ ലെവലിൽ വീണ്ടും മാർക്കറ്റിൽ എന്ത് ചെയ്ത് ഫാൾ വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഈസി ആയിട്ട് നിങ്ങൾക്ക് 2-3 പോയിന്റ് റിസ്ക് എടുത്ത് 10, 15, 20 പോയിന്റ് നിങ്ങൾക്ക് ക്യാപ്ചർ ചെയ്യാൻ വേണ്ടി പറ്റും വോളിയം പ്രൊഫൈൽ യൂസ് ചെയ്തുകൊണ്ട്. ഓക്കെ, അപ്പൊ ആ ലെവൽസ് മാർക്ക് ചെയ്ത് നോക്കുക. ജസ്റ്റ് അതിനുശേഷം നിഫ്റ്റിയിലേക്ക് പോവാം. നിഫ്റ്റിയിൽ കുറച്ച് ഇമ്പോർട്ടന്റ് ആയ കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, കഴിഞ്ഞ എക്സ്പയറി എന്ന് പറയുന്നത് 28 ഫ്രൈഡേ മാർക്കറ്റ് ഓഫ് ആയിരുന്നതുകൊണ്ട് 28 മാർക്കറ്റിൽ എക്സ്പയറി ആയിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്കിന്ന് ഓക്കെ ഫ്രൈഡേ 28 മാർക്കറ്റിൽ ഉണ്ടാക്കിയ ഹൈ. ഓക്കെ, ഇതാണ് മാർക്കറ്റിൽ ഉണ്ടാക്കിയ ഹൈ വരുന്നത് അല്ലെ. അപ്പൊ ഹൈ ഉണ്ടാക്കിയ സമയത്ത് ഉണ്ടാക്കിയ ഇത് ഞാൻ ഓൾറെഡി നിങ്ങൾക്ക് കഴിഞ്ഞ മീൻസ് എന്റെ പഴയ ചാനലിൽ ഇതിനകത്ത് ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ടായിരുന്നു. ഏകദേശം അതിനകത്ത് 140 വീഡിയോ നമുക്ക് ഉണ്ടായിരുന്നു വോളിയം പ്രൊഫൈലിന്റെ. അപ്പൊ അതിനകത്ത് എല്ലാ ദിവസത്തും ഞാൻ ഇടാറുണ്ട്. ഓൾമോസ്റ്റ് 99% ആക്യുറസി ഉണ്ട് നമ്മളെ ലെവൽസിന്. ഓക്കെ, എല്ലാ ദിവസങ്ങളിലും വീഡിയോ ഇടാറുണ്ട്. അത് വെച്ചിട്ടാണ് നമ്മൾ ട്രേഡ് ചെയ്യുന്നത്. അല്ലാതെ നമ്മൾ മാർക്കറ്റ് കഴിഞ്ഞതിന് ശേഷം ഒരിക്കലും ഇടത്തില്ല. നമ്മൾ മുൻകൂട്ടി ലെവൽസ് തന്നിട്ടാണ് മാർക്കറ്റിൽ ട്രേഡ് കാര്യങ്ങൾ ചെയ്യുക. ഓക്കെ, അപ്പൊ അന്നത്തെ ദിവസത്തെ റെസിസ്റ്റൻസ് മീൻസ് ബൈ വന്നിരിക്കുന്ന മാർക്കറ്റിനെ കവർ ചെയ്ത് സെല്ലേഴ്സ് എന്ത് ചെയ്തു ബെൻഡായി സെല്ലേഴ്സ് വന്നിരിക്കുന്ന ഏരിയാസ് ആയിരുന്നു ഇത്. അതിനുശേഷം എന്ത് ചെയ്തു നെക്സ്റ്റ് ഡേയിൽ മാർക്കറ്റ് അതിന് മേലെ പോയതുകൊണ്ട് തന്നെ എന്ത് ചെയ്തു ഈ സെല്ലേഴ്സ് എവിടുന്നാണ് സെല്ലേഴ്സ് വന്നിരിക്കുന്നത് അവരെ SL മേലെയാണ് മാർക്കറ്റ് ഓപ്പൺ ആയത്. മാർക്കറ്റ് ഷൂട്ട് ചെയ്തു. നെക്സ്റ്റ് ഡേയിൽ എന്ത് ചെയ്തു മാർക്കറ്റ് അതിന്റെ താഴെ ആയതുകൊണ്ട് നല്ല ഹെവി ഫാൾ വന്ന് വീണ്ടും മാർക്കറ്റ് റെസിസ്റ്റൻസ് എടുത്തു. ഓക്കെ, പിന്നെ ഇവിടെ വന്നിരിക്കുന്ന സെല്ലേഴ്സ് ഇപ്പൊ ഇതെന്താണ് ഒരു ബൈയിങ് പ്രൊഫൈൽ ആയിരുന്നു. ആ ബൈയിങ് പ്രൊഫൈലിൽ എവിടെയാണ് മാർക്കറ്റ് സെല്ലേഴ്സ് വന്നതുകൊണ്ട് തന്നെ അവിടുന്ന് ഫാൾ ആയിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം ഞാൻ അതേപോലെ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട് ഇൻസ്റ്റയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. മാർക്കറ്റിലെ എക്സ്പയറി വ്യൂ എന്താണ് നെഗറ്റീവ് വ്യൂ ആണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന്റെ റീസൺ എന്താണ് മാർക്കറ്റിൽ ഇത് എക്സ്പയറി ആണ് അല്ല. എക്സ്പയറി ഡേയിലും മാർക്കറ്റിലെ ഡാറ്റ എന്തായിരുന്നു പക്ക ബിയറിഷ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്ത് ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു പുട്ട് സൈഡിലേക്കുള്ള ട്രേഡ് ആയിരുന്നു. ഓക്കെ, നമ്മളിവിടെ നിന്ന് മാർക്കറ്റ് അത്യാവശ്യം നല്ല മേലെ ഇരുന്നുണ്ടായിരുന്നു. ഓൾമോസ്റ്റ് ആ ലെവലിൽ നിന്ന് ഇന്നത്തെ ലോ നോക്കിക്കഴിഞ്ഞാൽ 420 പോയിന്റ് എന്ത് ചെയ്തു മാർക്കറ്റ് ഡൗൺ ചെയ്തിട്ടുണ്ടായി. ഇതാണ് എക്സ്പെക്ട് ചെയ്തത്. പക്ഷേ മാർക്കറ്റ് ഇന്നലെ തന്നെ മൂവ് തന്നതുകൊണ്ട് ഇന്ന് വലുതായിട്ടുള്ള മൂവ് ഉണ്ടായിട്ടില്ല. സ്റ്റിൽ ഫുഡ് സൈഡിലെ മാർക്കറ്റിൽ മോർണിംഗിൽ നല്ലൊരു മൂവ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, അതിനുശേഷം നോക്കിക്കഴിഞ്ഞാൽ ഇതിന്റെ ഒരു കവറിംഗ് നിങ്ങൾക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ എന്താണ് ഒരു കവറിംഗ് പ്രൊഫൈൽ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, കവറിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാം മാർക്കറ്റിൽ എന്താണ് സെല്ലേഴ്സ് ഇതിനെ കവർ ചെയ്ത് ബയേഴ്സ് വരുന്ന ഏരിയാസ് ആണ് അല്ലെ. ഓൾമോസ്റ്റ് ഈ ഒരു ലെവലിൽ നമുക്ക് എന്താവും കവറിംഗ് ആയിട്ട് കിട്ടും. പിന്നെ സ്വാഭാവികമായിട്ട് എന്താണ് ഈ ഒരു പ്രൊഫൈൽ നിങ്ങൾക്ക് വേറൊരു കവറിംഗ് ഉണ്ട്. സ്വാഭാവികമായിട്ട് എന്താ ഇതെല്ലാം സപ്പോർട്ട് ഏരിയ ആയിട്ട് ആക്ട് ചെയ്യാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് ഉണ്ടാവുക. ഓക്കെ, ഇതിന്റെ കവറിംഗ് എവിടെയാണ് ഇതിന്റെ സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യുന്ന ഏരിയ എന്ന് പറയുന്നത് ഈ ഒരു ഗ്യാപ്പാണ് അല്ലെ. അപ്പൊ എന്താ സംഭവിച്ചത് മാർക്കറ്റിലെ ലോ എന്ന് പറയുന്നത് എന്താണ് ആ ഏരിയ തന്നെയാണ് മാർക്കറ്റ് ലോ എടുത്തത്. അതിനുശേഷം എന്ത് ചെയ്തു വീണ്ടും നമ്മുടെ സൈഡിൽ ഓക്കെ നമ്മളെ റെസിസ്റ്റൻസിൽ വന്ന് മാർക്കറ്റ് ചെറിയൊരു ഫാള് കിട്ടി. ചെറിയൊരു ഫാൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ റിസ്ക് വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഏകദേശം നമ്മുടെ റിസ്ക് എന്ന് പറയുന്നത് എന്താണ് 8 പോയിന്റ് റിസ്കിൽ നമുക്ക് ഏകദേശം 70 പോയിന്റ് 1:8 അടുത്ത് നമുക്ക് റിവാർഡ് വന്നിട്ടുണ്ട് നമ്മുടെ ലെവൽസിലേക്ക്. ഓക്കെ, ഇതൊക്കെയാണ് നിഫ്റ്റിയിൽ സംഭവിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതേപോലെ ലാസ്റ്റ് എക്സ്പയറി എവിടെയായിരുന്നു ആ എക്സ്പയറിയിൽ ബിലോ ഓപ്പൺ ചെയ്തുകൊണ്ട് തന്നെ സെല്ലേഴ്സ് എന്ത് ചെയ്തു മാർക്കറ്റിനെ ഷൂട്ട് ചെയ്ത് താഴെ കൊണ്ടുപോയി. എവിടെ നിന്നാണ് മാർക്കറ്റിൽ ബയേഴ്സ് കയറാൻ തുടങ്ങിയത് അവിടുന്ന് മാർക്കറ്റിൽ ബയേഴ്സ് കൊണ്ടുപോയി ലാസ്റ്റ് റെസിസ്റ്റൻസ് എടുത്ത് മാർക്കറ്റോടെ ക്ലോസ് ചെയ്തു. ഇതാണ് സിമ്പിൾ ആയിട്ട് പറയുകയാണ് സംഭവിച്ചിട്ടുള്ള കാര്യങ്ങൾ. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാം നെക്സ്റ്റ് അപ്പൊ ഇതാണ് മാർക്കറ്റിൽ സംഭവിച്ചത്. അതേപോലെ ജസ്റ്റ് ഞാൻ പുട്ട് ഓപ്ഷന്റെ ചാർട്ട് എടുത്തു തരാം. ഓക്കെ, എവിടെയാണ് മാർക്കറ്റ് ഓപ്പൺ ആയത് ഇതാണ് നമ്മളെ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ലെവൽ ഈ ഒരു ലെവലാണ്. അവിടുന്ന് ഏകദേശം എത്ര പോയിന്റ് മാർക്കറ്റ് പോയി നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം എത്ര പോയിന്റ് മാർക്കറ്റ് പോയിട്ടുണ്ട് 177 പോയിന്റ് പോയിട്ടുണ്ട്. അതേപോലെ തന്നെ നിഫ്റ്റി സപ്പോർട്ട് എടുത്ത് എവിടെ നിന്നാണ് ആ ലെവലിൽ നിന്ന് ഏകദേശം എത്ര പോയിന്റ് 200 പോയിന്റ് മാർക്കറ്റിന് താഴോട്ട് വന്നിട്ടുണ്ട്. അതിനുശേഷം ലാസ്റ്റ് എവിടെയാണ് മാർക്കറ്റ് റെസിസ്റ്റൻസ് എടുത്തത് അവിടുന്ന് മാർക്കറ്റിൽ ഏകദേശം 87 പോയിന്റ് പോയിട്ടുണ്ട്. അപ്പൊ എങ്ങനെ പോയാലും ഒരു പുട്ട് ഓപ്ഷൻ അത് 2 ട്രേഡ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഏകദേശം 250 പോയിന്റിന് മൂവ് വന്നിട്ടുണ്ട് മാർക്കറ്റിൽ. ഓക്കെ, അതിനുശേഷം നോക്കിക്കഴിഞ്ഞാൽ എന്താണ് മാർക്കറ്റിൽ ഇത് 28 അല്ലെ 28 ബിലോ ആണ് മാർക്കറ്റ് ഉണ്ടായത്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്തു ഇവിടെ നിന്നാണ് മാർക്കറ്റിൽ ഒരു കവറിംഗ് വന്നിട്ടുണ്ടായിരുന്നത്. അതിന്റെ സെക്കൻഡ് ഗ്യാപ്പ് ഫസ്റ്റ് എന്ത് ചെയ്തു അത് റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്തു. വൺസ് അത് ബ്രേക്ക് ചെയ്തുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ട് എന്താണ് സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യുകയാണ് ചെയ്യുക അല്ലെ. സെക്കൻഡ് ഗ്യാപ്പ് റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യുമ്പോൾ ഫസ്റ്റ് ഗ്യാപ്പ് എന്താവും ഡിസ്കൗണ്ടിൽ വൈകി വരും. ഏകദേശം അവിടുന്ന് 177 ഏകദേശം എത്ര മാർക്കറ്റ് പോയിട്ടുണ്ട് 430 വരെ മാർക്കറ്റ് അവിടുന്ന് പോയിട്ടുണ്ട്. ഏകദേശം 1,250 പോയിന്റ് മാർക്കറ്റ് മൂവ് ചെയ്തിട്ടുണ്ട്. ഇനി ഈ പ്രൊഫൈൽ എന്താണ് ഇതാണ് ഈ വീക്കിലെ ഹൈ പ്രൊഫൈൽ എന്ന് പറയുന്നത്. ഫസ്റ്റ് മൂവ് എവിടെയാണ് ഫസ്റ്റ് മൂവ് ഇവിടെ അതിന്റെ ഫസ്റ്റ് ഗ്യാപ്പ് സെക്കൻഡ് ഗ്യാപ്പ് മാർക്കറ്റ് എന്ത് ചെയ്തു സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്തു. അത് ബ്രേക്ക് ചെയ്തപ്പോൾ എന്ത് ചെയ്തു ഈ ലെവൽ മാർക്കറ്റിൽ റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യാൻ തുടങ്ങി. സ്വാഭാവികമായിട്ട് എന്താണ്
ഇത് മാർക്കറ്റിലെ റെസിസ്റ്റൻസ് ഏരിയ ആണ്. ഫസ്റ്റ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്, പിന്നെ രണ്ടാമത് ഇതിന്റെ മേലെ. മാർക്കറ്റ് ഇന്ന് സംഭവിച്ചത് എന്താണ്? കറക്റ്റ് ആ റെസിസ്റ്റൻസിൽ വന്നിട്ട് മാർക്കറ്റ് റെസിസ്റ്റൻസ് എടുത്തു. നമ്മൾ നേരത്തെ നിഫ്റ്റിയിൽ നിന്ന് കണ്ട ഫ്യൂച്ചറിൽ എന്താണ് സപ്പോർട്ട് എടുത്ത പോലെ മാർക്കറ്റ് അവിടെ നിന്ന് നേരെ ഷൂട്ട് ചെയ്ത് താഴോട്ട് പോകും. ഓക്കെ, സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് അല്ലെ, കോംപ്ലിക്കേറ്റഡ് ഒന്നുമില്ല. ജസ്റ്റ് ഒരു പ്രൊഫൈൽ വെച്ചിട്ട് എവിടെയാണ് ബയേഴ്സ് ഉള്ളത്, എവിടെയാണ് സെല്ലേഴ്സ് ഉള്ളത്, ഇത് മാത്രം നോക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഈസി ആയിട്ട് ട്രേഡ് പ്ലാൻ ചെയ്യുന്നു. ഓക്കെ, ഇതാണ് സംഭവിച്ചിട്ടുണ്ടായത് മാർക്കറ്റിൽ. അപ്പോൾ ഇതിനകത്ത് കോംപ്ലിക്കേറ്റഡ് ഒന്നുമില്ല, ഏറ്റവും ഈസി ആയിട്ടുള്ള കാര്യങ്ങളാണ് സംഭവിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് വീക്കിലേക്കുള്ള പ്ലാൻ എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ട് ഇത് എന്താണ്, ഒരു ബൈയിങ് സോൺ ആണ്. മാർക്കറ്റിൽ ഇതിന്റെ മേലെ പോയി കഴിഞ്ഞാൽ ഇവിടെ എന്താണ് റെസിസ്റ്റൻസ് ആണ്. ഈ ഒരു സോണിൽ റെസിസ്റ്റൻസ് ആയിട്ട് മാർക്കറ്റ് ആക്ട് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അതേപോലെ എന്ത് ചെയ്തു, ഇത് മാർക്കറ്റിൽ ഹെവി ആയിട്ടുള്ള സപ്പോർട്ട് ഏരിയ ആണ് ഉള്ളത്. അപ്പോൾ ഇനി നെക്സ്റ്റ് ട്രേഡ് ചെയ്യണമെങ്കിൽ ഒരു ഏരിയ എന്ന് പറയുന്നത് ഇതിന്റെ മേലെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ സോണിലേക്ക് ട്രേഡ് ചെയ്യാം. അല്ലെങ്കിൽ എന്താണ് അതിന്റെ മേലെ പോയി കഴിഞ്ഞാൽ നെക്സ്റ്റ് ആ ലെവലിന്റെ മേലെ പോയി കഴിഞ്ഞാൽ നമുക്ക് പുതിയ ഒരു ബൈ പ്ലാൻ ചെയ്യാൻ വേണ്ടി പറ്റും. അതാണ് ഇനിയിപ്പോ നെക്സ്റ്റ് ബൈ എന്ന് പറയുന്നത്. ഇത് മാത്രമേ ഉള്ളൂ. ഇതിന്റെ മേലെയാണെങ്കിൽ ഈ ലെവലിൽ നോക്കാം ടാർഗറ്റ് ആയിട്ട്. പിന്നെ ഇതിന്റെ മേലെ പോയി കഴിഞ്ഞാൽ റീടെസ്റ്റിൽ നമുക്ക് ബൈ നോക്കാൻ വേണ്ടി പറ്റും. അതേപോലെ സെൽ സൈഡിലേക്ക് നോക്കണമെങ്കിൽ സ്വാഭാവികമായിട്ട് എന്താണ്, ഈ റെസിസ്റ്റൻസിൽ നമുക്ക് സെല്ല് നോക്കാൻ വേണ്ടി പറ്റും ഈ ഒരു ടാർഗറ്റിന് വേണ്ടിയിട്ട്. പിന്നെ ഇവിടെ നമുക്ക് സ്പേസ് ഇല്ല ഒന്നാമത് സെല്ല് ചെയ്യാൻ. അപ്പം എന്താണ്, ഒരു പ്രോപ്പർ സെറ്റപ്പ് നമുക്ക് ഇങ്ങനെ കിട്ടുകയാണെങ്കിൽ മാത്രമേ സെല്ലിനുള്ള ഒരു ചാൻസ് നമുക്ക് വരുന്നുള്ളൂ. ഓക്കെ, മാർക്കറ്റിൽ. അപ്പോൾ ഇതിനകത്ത് പ്രത്യേകിച്ച് കാര്യങ്ങളല്ല, മാർക്കറ്റ് സൈഡ് വൈസ് ആയി പോകാനുള്ള ചാൻസ് ആണ്. ഇപ്പൊ ഏതെങ്കിലും ഒരു സൈഡ് മാർക്കറ്റ് എന്ത് ചെയ്യണം, ബ്രേക്ക് ചെയ്ത് പോകണം. പിന്നെ എക്സ്പയറി എന്ന് പറയുന്നത് അത്യാവശ്യം ബുള്ളിഷ് ആയിരുന്നു എക്സ്പയറി. അപ്പോൾ ഡാറ്റയും കൂടി നമ്മൾ റീഡ് ചെയ്തിട്ട് നമ്മൾ മോസ്റ്റ്ലി കോൾ സൈഡിലേക്കുള്ള എക്സ്പയറി ആവാനുള്ള ചാൻസ്. ഇതിപ്പോൾ എന്താണ്, പുട്ട് സൈഡിലായതുകൊണ്ട് തന്നെ മാർക്കറ്റിൽ ഹെവി ആയിട്ടുള്ള മൂവ് കിട്ടി. ഇവിടെ നമുക്ക് കഴിഞ്ഞ ദിവസം നമ്മുടെ പുട്ടിനകത്ത് നമുക്ക് അത്യാവശ്യം നല്ലൊരു ഹെവി പ്രോഫിറ്റ് വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, അതിന്റെ റീസൺ എന്താണ്, ഞാൻ പറഞ്ഞു എക്സ്പയറിയിലെ വ്യൂ എന്ന് പറയുന്നത് നെഗറ്റീവ് ആണ്. അതുകൊണ്ട് തന്നെ മാർക്കറ്റ് അഗെയിൻസ്റ്റ് ആയിരുന്നു ഉണ്ടായിരുന്നത്. മാർക്കറ്റ് ഈ എക്സ്പയറിയുടെ മേലെ ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ആ ലെവലിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്ലാൻ ചെയ്തത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഹെവി ആയിട്ടുള്ള മൂവ് കിട്ടിയത്. ഇത് നമുക്ക് ഈസി ആയിട്ട് വോളിയം പ്രൊഫൈൽ എവിടെ നിന്നാണ് സെല്ലേഴ്സ് ഉള്ളത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്ന കാര്യങ്ങളാണ്. ഓക്കെ, ബാക്കിയുള്ളവർ എന്താ ചെയ്യാം, ബാക്കിയുള്ള ആളുകൾ മാർക്കറ്റ് ഓക്കെ സെല്ലേഴ്സിന്റെ മേലെയാണെന്ന് വെച്ചിട്ട് എന്ത് ബൈ മാത്രം പ്ലാൻ ചെയ്ത് നിൽക്കും. നമ്മൾ നേരെ എന്ത് ചെയ്തു, സെല്ല് മാത്രം പ്ലാൻ ചെയ്ത് നിന്നു. അതാണ് സംഭവിച്ചത്. ഇന്നത്തെ ദിവസം നമ്മൾ എന്താണ് നോക്കിയത്, നമ്മൾ ഇന്നത്തെ ദിവസം സെല്ല് മാത്രമാണ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ നമുക്ക് രണ്ട് സെല്ല് നമുക്ക് പ്രോപ്പർ ആയിട്ട് നമ്മൾ എത്ര റിസ്ക് എടുത്തത് അതിന്റെ 1:8 നമുക്ക് സിമ്പിൾ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഈ ലെവൽസ് മാർക്ക് ചെയ്ത് വെക്കുക, അതിനനുസരിച്ച് ട്രേഡ് ചെയ്യുക. ട്രേഡ് ചെയ്യുമ്പോൾ എല്ലാവരും ലോജിക്കുള്ള ട്രേഡ് മാത്രം എടുക്കുക, ലോജിക് ഇല്ലാതെ ട്രേഡ് എടുക്കാതിരിക്കുക. കാരണം ലോജിക് ഇല്ലാതെ ട്രേഡ് എടുത്ത് പ്രത്യേകിച്ച് കാര്യങ്ങൾ ഉണ്ടാവില്ല. ഈവൻ പ്രോഫിറ്റ് വന്നു കഴിഞ്ഞാൽ ലോസ് വന്നു കഴിഞ്ഞാലും എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് അത് മനസ്സിലാവത്തില്ല. ഓക്കെ, അപ്പൊ എല്ലാ ഗോൾഡിന്റെ ലെവൽസ് മാർക്ക് ചെയ്ത് വെക്കുക, നിഫ്റ്റിയുടെ ലെവൽസ് മാർക്ക് ചെയ്യുക, അതിനനുസരിച്ച് ട്രേഡ് പ്ലാൻ ചെയ്യുക. താങ്ക് യു.